നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ ലക്ഷ്മീസ് പ്രേയേഴ്സ്. നമ്മുടെ ഭവനങ്ങളിൽ ലക്ഷ്മി ദേവി വസിക്കാനായി കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. ഓരോ ഭവനങ്ങൾക്കും പോസിറ്റീവ് ഊർജവും നെഗറ്റീവ് ഊർജവും ഉണ്ട്. ചില വീടുകളിൽ നാം സന്ദർശിച്ചു വരുമ്പോൾ ശരീരത്തിന് ക്ഷീണവും തലവേദനയും അനുഭവപ്പെടാറുണ്ടെങ്കിൽ തീർച്ചയായും നെഗറ്റീവ് ഊർജം ആ വീട്ടിൽ കൂടുതലായിരിക്കും. ഈശ്വരാധീനം ഉള്ള ഒരു വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല. നെഗറ്റീവ് എനർജി വീട്ടിലുണ്ടെങ്കിൽ അസുഖങ്ങളും ഭാര്യാഭർത്തൃ കലഹം, അനാവശ്യ ചിലവുകൾ ഒക്കെ ഉണ്ടാകുന്നു. വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനായി ചെയ്യേണ്ട കാര്യങ്ങൾ: 1. വീടിന്റെ ഉമ്മറം. ഒരു വീടിന്റെ മുൻവശത്ത് കൂടിയാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നതെന്നാണ് വിശ്വാസം. അതിനാൽ ലക്ഷ്മി ദേവി കയറി വരുന്ന പ്രവേശന കവാടം, അതായത് മെയിൻ എൻട്രൻസ് ഡോറും ഉമ്മറവും വൃത്തിയായി സൂക്ഷിക്കുക. അനാവശ്യമായ വസ്തുക്കൾ, ചെരുപ്പുകൾ വീടിന്റെ മുൻവശത്ത് ഇടാതിരിക്കുക. ഷൂ റാക്ക് ഉണ്ടെങ്കിൽ അത് വീടിന്റെ സൈഡിൽ സൂക്ഷിക്കുക. മുൻവശത്ത് ചെരുപ്പ് ഇടാതിരിക്കുക. പണ്ടത്തെ ഭവനങ്ങളിൽ ഉമ്മറത്ത് കിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കുമായിരുന്നു. കാരണം പുറത്തു പോയി വരുന്നവർ കാലുകൾ നന്നായി കഴുകി അകത്തേക്ക് കയറാനായാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. പുറത്തു നിന്നും വരുന്ന നെഗറ്റീവ് എനർജി അകത്ത് കയറാതിരിക്കാനാണ് ഇപ്രകാരം ചെയ്തിരുന്നത്. എന്നും ത്രിസന്ധ്യയ്ക്ക് ഒരു നിലവിളക്ക് ഉമ്മറത്ത് കൊളുത്തി വെക്കുന്നത് ഐശ്വര്യം ഉണ്ടാക്കുന്നു. വിളക്ക് തെളിയിക്കുക. വീട്ടിൽ നിലവിളക്ക് കൊളുത്തുകയും സന്ധ്യാനാമങ്ങൾ എന്നും ജപിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. ദൈവികമായ സാന്നിധ്യവും വീട്ടിൽ ഉണ്ടാകുന്നു. പ്രവേശന കവാടത്തിലും ചിരാത് 2 വശങ്ങളിലായി കൊളുത്തിവെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ദുഷ്ടശക്തികൾ വീടിന്റെ അകത്തേക്ക് കയറില്ല. 3. സാമ്പ്രാണിപ്പുക. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും വീട്ടിൽ സാമ്പ്രാണി അഥവാ കുന്തിരിക്കം പുകയ്ക്കുക. ദശാംഗം എന്നും കത്തിക്കുന്നതും ഐശ്വര്യം ഉണ്ടാക്കുന്നു. ലക്ഷ്മി ദേവിക്ക് മുമ്പിൽ പച്ചകർപ്പൂരം മൺചിരാതിൽ ഇട്ട് മുമ്പിൽ വെക്കുക. 4. ലക്ഷ്മി വിളക്ക്. ഒരു വീട്ടിൽ അഷ്ടലക്ഷ്മിമാരും വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോസിറ്റീവ് എനർജി വീട്ടിൽ താമസിക്കുന്നവർക്കും ഉണ്ടാവണം. അതിനായി ലക്ഷ്മി വിളക്ക് വെള്ളിയാഴ്ചകളിൽ നെയ്യ് ഒഴിച്ച് കൊളുത്തിയാൽ അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നു. 5. കല്ലുപ്പ്. വീട്ടിൽ നിന്നും ഉപ്പ് തീരാനായി പാടില്ല. ഉപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ വാങ്ങി വെക്കുക. കല്ലുപ്പിൽ ലക്ഷ്മി ദേവി വസിക്കുന്നു എന്നാണ് വിശ്വാസം. വീടിന്റെ ഒരു ഭാഗത്ത് കുപ്പിപ്പാത്രത്തിൽ കല്ലുപ്പ് നിറച്ച് വെക്കുക. ഇത് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നു. എല്ലാ ശനിയാഴ്ചയും ഉപ്പ് മാറ്റി പുതിയ ഉപ്പ് വെക്കുക. 6. കാറ്റും സൂര്യപ്രകാശവും. ഒരു വീട്ടിൽ ശുദ്ധവായുവും സൂര്യപ്രകാശവും നല്ലവണ്ണം കയറണം. അതിനായി മുറികളിൽ ജനാലകൾ 1 മണിക്കൂറെങ്കിലും തുറന്നു വെക്കുക. 7. സുഗന്ധം. ഒരു വീട് എപ്പോഴും വൃത്തിയും സുഗന്ധവും ഉള്ളതാവണം. അതിനായി അഴുക്ക് വസ്ത്രങ്ങൾ രാവിലെ തന്നെ കഴുകുകയും വീട് തൂത്ത് തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ പച്ചക്കർപ്പൂരവും ജവ്വാദ് പൗഡറും ഇട്ട് അതുകൊണ്ട് വീടിന്റെ മുക്കും മൂലയും തളിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്പലം പോലെ തന്നെ നമ്മുടെ ഭവനവും സുഗന്ധപൂർണമാകുന്നു. ദുർഗന്ധമുള്ള ഭവനങ്ങളിൽ മൂദേവി വസിക്കുന്നു. 8. നാമം കേൾക്കുക. എന്നും രാവിലെ അല്ലെങ്കിൽ ഈവനിങ് വീട്ടിൽ നാമങ്ങൾ, ഹനുമാൻ ചാലിസ, കനകധാരാ സ്തോത്രം, ലളിത സഹസ്രനാമങ്ങൾ എന്തെങ്കിലും ടിവിയിലോ ബ്ലൂടൂത്തിലോ കേൾക്കുന്നത് വീട്ടിൽ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നു. 9. ആനയും ആമയും വെളുത്ത കുതിരയും. തുമ്പിക്കൈ ഉയർത്തി നിൽക്കുന്ന ആനയുടെ ശില്പം വീട്ടിൽ വെക്കുന്നത് ഐശ്വര്യം ഉണ്ടാക്കുന്നു. ആമയുടെ ശില്പം വെളുത്ത 7 കുതിരകളുടെ ചിത്രം ഒക്കെ വെക്കുന്നത് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. പോസിറ്റീവ് എനർജി ഉള്ള ഭവനങ്ങളിൽ എന്നും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകുന്നു. 10. മരണ വീട്ടിൽ പോകുമ്പോൾ. മരണ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കുളിച്ചിട്ട് വീട്ടിൽ കയറുക. പണ്ടത്തെ വീടുകളിൽ പുറത്തായിരുന്നു കുളിമുറി. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുളിച്ചിട്ട് കയറാമായിരുന്നു. പുറത്തെ ബാത്റൂം ഇല്ലാത്ത വീടോ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കോ ഇത് സാധിക്കില്ല. അതിന് ചെയ്യേണ്ടത്, മരണ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളത്തിൽ കല്ലുപ്പിട്ട് ആ വെള്ളം തളിച്ച് അകത്തേക്ക് കയറുക. നേരെ കുളിമുറിയിൽ കയറി ഇട്ടിരുന്ന വസ്ത്രങ്ങളെല്ലാം കഴുകി കുളിച്ചാൽ നെഗറ്റീവ് എനർജി ബാധിക്കില്ല. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ചെരുപ്പ്, വാച്ച്, പേഴ്സ് എന്നിവയിലും ഉപ്പുവെള്ളം തളിക്കുക. 11. അമ്പല ദർശനം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അമ്പലത്തിൽ പോകുന്നത് ഈശ്വരാധീനം ഉണ്ടാക്കുന്നു. കുറഞ്ഞത് ആഴ്ചയിൽ 1 വട്ടമെങ്കിലും അമ്പലങ്ങളിൽ പോവുകയും വീട്ടിലെ അംഗങ്ങളുടെ പേരിൽ അർച്ചന കഴിപ്പിക്കുകയും ചെയ്യുക.
ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ബോട്ടിൽ പനനീര്, ഒരു കവർ ചന്ദനത്തിരി, ഭസ്മം എന്നിവ സമർപ്പിക്കുക. ഈ 11 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും ഈശ്വര ചൈതന്യം വർദ്ധിപ്പിക്കുകയും നമുക്കും വീടിനും ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.